ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം LGSന്റെ ഒരു ജില്ലയിലും കൂടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് ഇന്ന് വന്നിട്ടുണ്ട്. അതായത് 28/2/2025 വയനാട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പം വയനാടത്തെ കാര്യം പറയുകയാണെങ്കിൽ, വയനാടത്തെ ഏകദേശം കറക്റ്റായിട്ടുള്ളൊരു മാർക്ക്, അതായത് ഓപ്പൺ കോമ്പറ്റീഷൻ ജനറൽ വിത്തൗട്ട് EWS മാർക്ക് ഇതുവരെ കൺഫേം ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു ഏകദേശം ഒരു കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ഒരു റേഞ്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പം വയനാട് സ്റ്റേജ് 1 നടന്ന എക്സാമാണ്. അതിൻ്റെ കൂടെ നടന്ന ജില്ലയാണ് കൊല്ലം, പാലക്കാട്, വയനാട്, കാസർഗോഡ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കൊല്ലവും വയനാടും വന്നിട്ടുണ്ട്. വയനാട് എന്ന് വന്നു. വയനാടത്തെ ഏകദേശം ഒരു മാർക്ക് കിട്ടിയിരിക്കുന്നത് ഒരു 68 മുതൽ അങ്ങോട്ട് ഉള്ള ജനറൽ വിത്തൗട്ട് EWSന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ട് എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അത് എത്രത്തോളം കൺഫേം ആയി പറയാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. കാരണം ഒരു 63, 64 ഉള്ള OBC ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെസ്സേജ് വന്നു എന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ 63 അല്ലെങ്കിൽ 64 വന്ന OBCക്കാരുടെ കാട്ടിലും ഒരു 4 മാർക്ക് കൂടുതലാണ്, അല്ലെങ്കിൽ ഒരു 5 മാർക്ക് കൂടുതലാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ പറയുന്നത്. അത്രയൊക്കെ ഡിഫറൻസ് വരുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. കറക്റ്റായിട്ടുള്ള മാർക്ക് ആരും അങ്ങനെ പറയുന്നതായിട്ടും കണ്ടിട്ടില്ല. ഓക്കെ, അപ്പം നമുക്ക് ഏകദേശം ഒരു റേഞ്ച് വെച്ചിട്ട് 68+ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജിലെ 2 ജില്ലകളെ ഇവിടെ ഇനി വരാനായിട്ടുണ്ട്. അത് പാലക്കാടും കാസർഗോഡുമാണ്. അപ്പം നാളെ ആയിട്ട് പാലക്കാടും കാസർഗോഡും വരാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ജില്ല വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വരാനുള്ള 3ാമത്തെ സ്റ്റേജിൽ നടന്ന ജില്ലകളായ തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ. അപ്പോൾ ഈ 3 ജില്ലയിലും 3ാമത്തെ സ്റ്റേജിലാണ് എക്സാം നടന്നത്. ഓക്കെ, അപ്പം ഇപ്പം ഇതുവരെ വന്നതിൽ സ്റ്റേജ് 2 നടന്ന പത്തനംതിട്ട 54 ഏകദേശം, ഇടുക്കി 54 ഏകദേശം, മലപ്പുറം 64 ഏകദേശം, കണ്ണൂർ 59, സ്റ്റേജ് 4 നടന്ന ആലപ്പുഴ 69, എറണാകുളം 68, കോഴിക്കോട് 74, പിന്നെ കൊല്ലം 72, വയനാട് 68. അപ്പം നാളെ ആകുമ്പോഴത്തേന് ചിലപ്പോൾ പാലക്കാടോ കാസർഗോഡോ ഏതായാലും ആയിരിക്കും വരാനുള്ള സാധ്യത ഉള്ളത്. അപ്പം നമ്മൾ നോക്കി, ഈ ഒരു സ്റ്റേജ് 1 നടന്ന വയനാട് 68, കൊല്ലം 72. അപ്പം പാലക്കാടും കാസർഗോഡും ഈ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കാം വരാനുള്ള സാധ്യത ഉള്ളത്. ഏകദേശം ഒരു 70 അടുപ്പിച്ചൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതിന് ഈ 70 കൂടുതൽ പുറത്തോട്ട് പോകുന്നോ എന്നുള്ള കാര്യം നമുക്ക് ഡൗട്ടാണ്. കൊല്ലം 72 വന്നില്ല, പാലക്കാട് ചിലപ്പം ആ ഒരു റേഞ്ചൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കാസർഗോഡ് ഈ ഒരു 70 അടുപ്പിച്ച് അല്ലെങ്കിൽ 70 താഴെ, കുറച്ച് താഴെയോട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള 9 ജില്ലയാണ് വന്നിരിക്കുന്നത്. 5 ജില്ലയും കൂടെ വരാനായിട്ടുണ്ട്. അത് നമുക്ക് നാളെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ അടുത്ത ആഴ്ചയോട് കൂടി LGS ബാക്കിയുള്ള ജില്ലയിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർവേഷനുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം നാളെ തന്നെ പോയി അതിൻ്റെ ആപ്ലിക്കേഷൻ അക്ഷയയിൽ പോയി സബ്മിറ്റ് ചെയ്യുക. NCL, OBC, അതുപോലെ തന്നെ EWS സർട്ടിഫിക്കറ്റ് വേണ്ടവരവർ, പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണ്ടവരവർ, DAക്ക് ഉദ്യോഗാർത്ഥികൾ വേണ്ടിയിട്ട് ഉള്ള സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ച് ഫില്ല് ചെയ്യുക. ഇപ്പോൾ നിങ്ങളെല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യമാണ് സർട്ടിഫിക്കറ്റ്. ഏതെങ്കിലും ഒരു നല്ല അറിയാവുന്ന ഒരു അക്ഷയയിൽ പോയി നിങ്ങൾ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പോവുക, എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഞാൻ പല വീഡിയോയിലും നമ്മുടെ ചാനലിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കിടപ്പുണ്ട്. ചില അക്ഷയയിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ചില കമ്പ്യൂട്ടർ സെൻറ്ററിൽ ചെല്ലുമ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഏജ് തെളിയിക്കാൻ വേണ്ടിയിട്ട് SSLC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൊടുക്കാം, അതല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് കൊടുക്കാം. സാധാരണ എല്ലാവരും കൊടുക്കുന്നത് SSLC സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം കൊടുക്കാം. അതുപോലെ തന്നെ ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്വാളിഫിക്കേഷൻ്റെ സ്ഥലത്ത് SSLC കൊടുത്തിരിക്കണം, അതുപോലെ തന്നെ ആധാർ കൊടുത്തിരിക്കണം, ഡിക്ലറേഷൻ കൊടുത്തിരിക്കണം, പിന്നെ റിസർവേഷൻ ഉണ്ടെങ്കിൽ റിസർവേഷനും കൊടുത്തിരിക്കണം. അപ്പോൾ ഇത്രയും മസ്റ്റായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കണം. പിന്നെ നിങ്ങളുടെ അഡീഷണൽ നിങ്ങൾക്ക് വേണമെങ്കിൽ +2 വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ വേറെ ഏതെങ്കിലും കമ്പ്യൂട്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. ജനറൽ വിത്തൗട്ട് EWS ഉള്ള ആൾക്കാർ കൊടുക്കേണ്ടത് ഏജ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, SSLC അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ SSLCയുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ ഡിക്ലറേഷൻ. ഇത്രയും മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. വരാൻ പോകുന്ന ജില്ലകളിലെ അപ്ഡേറ്റ് നമ്മൾ അറിയുന്ന മുറയ്ക്ക് നിങ്ങൾ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി. നമസ്കാരം.